ഹലോ. അങ്ങനെ പുതിയൊരു ഞായറാഴ്ച വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ വിചാരിച്ചു അടുത്തുള്ള ഒരു ബീച്ചിലേക്ക് വരാമെന്ന് വിചാരിച്ചു. ആ കാഴ്ചകളൊക്കെ നിങ്ങളെ ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മളുള്ളത് ഓക്ലൻഡിലെ നോർത്ത് ഷോറിലെ മ്യൂറേസ് ബേ ബീച്ചിലാണ്. ഇപ്പോൾ ബീച്ച് കാണുന്നതിന് മുമ്പ് തന്നെ ബീച്ചിൻ്റെ ഒരു ക്ലിഫ് ടോപ്പ് വ്യൂ നമുക്ക് കാണാം. ഈ വഴിയാണ് നമ്മൾ ക്ലിഫിൻ്റെ മുകളിലേക്ക് പോകുന്നത്. ഇവിടെ ഒരു ബീച്ചിൻ്റെ വ്യൂ കാണാനായിട്ടൊരു ചെയർ ഇട്ടിരിക്കുന്നത് കാണാം. ഇവിടെ ഇരുന്ന് നമുക്ക് മനോഹരമായിട്ട് ബീച്ചിൻ്റെ വ്യൂ ആസ്വദിക്കാൻ സാധിക്കും. സൺറൈസും സൺസെറ്റൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ ഒരുപാട് ബീച്ചസ് ഓക്ലൻഡിലുണ്ട്. നോർത്ത് ഷോർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ ഷോർ ഏരിയയാണ്. ഇതേപോലെ തന്നെ മ്യൂറേസ് ബേ ബീച്ച് പോലെ തന്നെ ഒരുപാട് ബീച്ചസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് ക്ലിഫ് ടോപ്പിലേക്ക് പോകുന്ന വഴിയാണ്. വഴിയുടെ രണ്ട് വശത്തായിട്ട് ഒരുപാട് സാധാരണ നമ്മുടെ നാട്ടിൽ പുല്ല് വളർന്ന് നിൽക്കുന്ന പോലെ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള കുറേ, ഇവിടുത്തെ പുല്ല് ഇതേപോലെയാണ്. ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ എത്ര ദൂരം നടക്കണമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും മുകളിൽ ചെല്ലുമ്പോൾ നല്ലൊരു വ്യൂ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം തന്നെ കടൽ കാണാൻ നല്ല രസമുണ്ട്. താഴെയായിട്ടൊരു പാലം കാണാൻ പറ്റും. അവിടെ ആൾക്കാർ വന്ന് ഫിഷിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ വഴി നടന്നു പോകുമ്പോൾ നല്ല ടോപ്പിൽ നിന്ന് ബീച്ച് കാണാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത് ഇവിടെ വീടുകളൊന്നും ഇല്ലായിരിക്കും എന്നാണ്. പക്ഷേ ഇവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ താമസിക്കുന്നവർക്ക് ദിവസവും നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. കടലിൻ്റെ നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. Sure. Tell me how to do it and I'll do it for you. Yeah, how do you feel about the views here? That's fine. I don't have a problem. They're beautiful. Yeah. Oh, I thought you want me to take a video of you. No. Oh, no, I was just filming in. No, I like the views here. We're from Canada, so this is all new to us. All right, yeah. Not seascape, we have that, but this is, no, very nice. Yeah. Thank you. അങ്ങനെ ഇതുവഴി നടന്നു പോയ രണ്ടാൾക്കാരെയാണ് നമ്മളിപ്പോൾ കണ്ടത്. അവരുടെ അടുത്ത് ബീച്ച് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചതാണ്. അതുപോലെ തന്നെ ഇവിടെ കൂടെ ഈ വഴി കൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് കുറേ ചെടികൾ ഇങ്ങനെ വെച്ചേക്കുന്നത് കാണാൻ പറ്റും. പക്ഷെ ഇവിടെ അതോടൊപ്പം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഫീൽ ഫ്രീ ടു ടേക്ക് എ ഫ്ലവർ ഓർ ടു ബട്ട് പ്ലീസ് ഡോണ്ട് സ്റ്റീൽ ദ ഹോൾ പ്ലാന്റ് എന്ന് എഴുതിയിട്ടുണ്ട്. വേണമെങ്കിൽ പൂക്കൾ പറിച്ചുകൊണ്ട് പോകാം, പക്ഷേ ചെടികൾ മൊത്തമായിട്ട് എടുത്തുകൊണ്ട് പോകരുതെന്നുള്ള റിക്വസ്റ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ആരും ഒന്നും അങ്ങനെ എടുത്തുകൊണ്ട് പോവുകയോ ഒന്നും ചെയ്യാറില്ല. എന്നെങ്കിലും ഇവിടെ ഇത്രയും ചെടികൾ ഇവിടെ ഇങ്ങനെ കാണത്തില്ല. ഇവിടെ നിന്നും കടലിൻ്റെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ കടൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇപ്പം തന്നെ നമ്മളൊരു നല്ല ഹൈറ്റിലെത്തിയിട്ടുണ്ട്. എനിക്കറിയത്തില്ല ഇനി എത്ര ദൂരം കൂടി പോകണമെന്ന്. ഇവിടെ നിന്നുള്ള ഒരു അടിപൊളി കാഴ്ച കാണിച്ചു തരാം.
നമ്മളിപ്പോൾ തന്നെ കടൽക്കരയിൽ നിന്ന് ഇത്രയും ദൂരത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ താഴെ വീഴുകയാണ്, നേരെ കടലിലായിരിക്കും ചെന്ന് ലാൻഡ് ചെയ്യുന്നത്. ദൂരെയായിട്ട് നമുക്ക് ക്ലിഫ് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു ക്ലിഫ് ടോപ്പിലാണ്. ഇനി കുറച്ചുകൂടി നടന്ന് മുകളിലോട്ട് കയറാനുണ്ട്. ഈ ചെടി നമുക്ക് ഒട്ടുമിക്കവാറും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഈ ചെടി കാണാൻ സാധിക്കും. പക്ഷേ ഒരു രണ്ട് സൈഡിലായിട്ട് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ലാത്ത ചെടിയാണ്, പക്ഷേ ഇവിടുത്തെ ഒരുതരം പുല്ലാണ്. ഞാനിപ്പോൾ ഇതുവഴി നടന്നു പോയ രണ്ടുപേരുടെ അടുത്ത് ചോദിച്ചായിരുന്നു, ഇനിയും കുറച്ചുകൂടെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ കടലിൻ്റെ നല്ല കാഴ്ച കാണാൻ പറ്റുമോ എന്ന്. അപ്പോൾ യെസ് എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ നടന്നു പോയിട്ട് കാര്യമില്ല. കാരണം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് ഈ വഴി വരുന്നത്. ഇപ്പോൾ കുറച്ചുകൂടെ മുകളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് തിരിച്ചിറങ്ങി വരുന്നതാണ് വലിയ ടാസ്ക്. ബുഷ് വാക്കിനൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ്. ഇനി ഇടത്തോട്ടാണോ വലത്തോട്ടാണോ പോകേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട്. എല്ലാ സൈഡിലേക്കും വഴിയാണ്. വലത്തോട്ട് നടക്കാം. ഇവിടെ ഇപ്പൊ നല്ല കാറ്റ് വീശുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഫെൻസ് അടിച്ചിട്ടേക്കുന്ന കാണാൻ പറ്റും. കാരണം ചിലപ്പോൾ ആൾക്കാർ ഇതുവഴി താഴോട്ട് പോവുക, അപകടങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ താഴെയായിട്ട് നമുക്ക് പാറക്കല്ലുകളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. നമ്മൾ നേരത്തെ കണ്ട പൂവിറ്റ് വേറൊരു കളറാണ്, വൈറ്റ് കളർ ഇവിടെ നിൽപ്പുണ്ട്. നമ്മൾ ക്ലിഫ് ടോപ്പിൽ എത്തുന്നതിന് മുമ്പേ കുറച്ച് പൂക്കൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ സ്കൈയുടെ ബാക്ക്ഗ്രൗണ്ടിൽ സ്കൈ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ളപ്പോൾ പൂക്കളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി എത്ര ദൂരം നടക്കണമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നല്ല രസമുണ്ട് ഇവിടെ നിന്ന് കാണാൻ. ഇവിടെ നിന്ന് കുറച്ച് വ്യക്തമായിട്ട് കടൽ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഈ കാഴ്ച ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്ക് ആക്ച്വലി ഞാൻ വിചാരിച്ചിരുന്നത് വീഡിയോ എടുത്തിട്ട് വീട്ടിൽ ചെന്ന് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കാമെന്നാണ്. പക്ഷേ എനിക്ക് ലൈവായിട്ട് സംസാരിക്കുന്നതാണ് ഇഷ്ടം. എന്നാലേ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് വീഡിയോസിൽ എൻ്റെ സംസാരത്തിൽ പലതരം തെറ്റുകളൊക്കെ പറ്റും, ക്ഷമിക്കുക. അങ്ങ് ദൂരെയായിട്ട് നമുക്ക്
മലകൾ കാണാൻ പറ്റും. ഈ ഇവിടുത്തെ ബീച്ച്, ഇവിടുത്തെ കടലിൻ്റെ പ്രത്യേകതയാണ് മലകളെ ചുറ്റിപ്പറ്റിയാണ് കടൽ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉടനീളം നമുക്ക് മലകൾ കാണാൻ പറ്റും, മലനിരകൾ ഇങ്ങനെ കാണാൻ പറ്റും. ഇപ്പോൾ ഞാനൊരു ചെയറിൻ്റെ മുകളിൽ കയറി നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. നല്ല ഭംഗിയുള്ള ആകാശവും അതിൻ്റെ താഴെ മലയും പിന്നെ അതിനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന കടലും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ നിന്ന്. അതോടൊപ്പം തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള കാറ്റും ആസ്വദിക്കാൻ പറ്റും, സീ ബ്രീസ്. ഇതേപോലെ ഒട്ടനവധി സ്ഥലങ്ങൾ നമ്മുടെ ഓക്ലൻഡിൽ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, താഴെ കമൻസ് രേഖപ്പെടുത്തുക. ഏതെങ്കിലും സ്ഥലങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് കമൻസായി രേഖപ്പെടുത്താം. അപ്പോൾ എനിക്ക് എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ ഞാൻ പോയി വീഡിയോസ് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ തിരിച്ച് നടന്നു പോവുകയാണ്. ഇനി നമുക്ക് നേരെ കടൽ കരയിലേക്ക് പോവാം, എന്നിട്ട് അവിടെ എന്താണുള്ളത് നോക്കാം. അങ്ങ് ദൂരെ കാണുന്ന ഒരു കപ്പലാണ്, മിക്കവാറും കാർഗോ ഷിപ്പായിരിക്കും. സൂര്യൻ ഇങ്ങനെ മേഘത്തിൻ്റെ ഇടയിൽ മറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടുത്തെ ആകാശവും കാണിച്ചു തരാം. തിരിച്ച് വരുന്ന വഴിക്ക് ഇവിടെ ഒരു അടിപൊളി സീൻ കണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് കുറേ മുളകൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ പറ്റും. പക്ഷേ ഇത് ക്യാമറയിൽ കൂടെ കാണുന്നതിനേക്കാളും ശരിക്കും നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. ചെറിയ സൈസ് മുളകളാണ്. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 10-15 മിനിറ്റോളം നടന്ന് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് പോകേണ്ടത് ഈ വഴി കൂടെ ചെല്ലുമ്പോൾ നമുക്കൊരു ചെറിയ കടൽപ്പാലം കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അവിടെ പോയി നോക്കാം അവിടെ എന്താ കാണാനുള്ളതെന്ന്. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓരോ ഇയറിലും സീ ലെവൽ പ്രൊജക്ഷനാണ്, അതായത് എത്രത്തോളം സീ ലെവൽ കൂടും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് പോയി നോക്കാം. നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ സാധിക്കും. 120 ആകുമ്പോൾ ഇത്രേ ഹൈറ്റിൽ വെള്ളം വരും ഇവിടെ.
അതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. 2120 ആകുമ്പോൾ മാക്സിമം ഇത്രയും വരും, മിനിമം ഇത്രയും വരും. അതാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കടൽ പാലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ഏകദേശം ഒരു 50 മീറ്ററോളം, 50 മീറ്റർ അടുപ്പിച്ച് നീളമുണ്ട് ഈ പാലത്തിന്. ഇവിടെ നിങ്ങൾക്ക് ക്ലിഫ് കാണാൻ സാധിക്കും. ആ ക്ലിഫിന്റെ സൈഡിലോട്ടായിട്ട് ആൾക്കാർ നടന്നു വരുന്നത് കാണാൻ പറ്റും. പിന്നെ ഈ പാലത്തിന്റെ 2 സൈഡിലുമായിട്ട് ഇങ്ങനെ ബെഞ്ചസ് ഇട്ടിട്ടുണ്ട് നമുക്ക് വന്ന് ഇരിക്കാനും. പിന്നെ മിക്കപ്പോഴും ഇവിടെ ആൾക്കാർ വന്ന് ഫിഷിംഗ് ചെയ്യാറുണ്ട്. ഞാൻ ഇതുവരെ ഫിഷിംഗ് ചെയ്തിട്ടില്ല. പിന്നെ ഈ പോയിന്റിന് അപ്പുറത്തോട്ട് പോയി ഫിഷിംഗ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും എനിക്ക് തോന്നുന്നു മുമ്പേ അവിടെ അങ്ങോട്ടേക്ക് ആക്സസ് ഉണ്ടായിരുന്നു എന്നാണ്. ഇപ്പോൾ ഇത് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. അതുവഴി നമുക്ക് അവിടെ ഒരു സ്റ്റെയർ കാണുന്നുണ്ട്. അതുവഴി നമുക്ക് താഴെ കടലിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന ഒരെണ്ണമാണ്. അതേപോലെ തന്നെ ഈ സൈഡിൽ നമുക്ക്, ഈ സൈഡിൽ കൂടെയും നമുക്ക് താഴേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റും. ഞാൻ ഒരു 360 ഡിഗ്രി വ്യൂ കാണിച്ചു തരാം ഇവിടെ നിന്ന്. ഭയങ്കര ശക്തമായിട്ടുള്ള കാറ്റാണ് ഇവിടെ. നടന്നു പോയവര് തിരിച്ചു കയറാൻ കഷ്ടപ്പെടുന്നത് നമുക്ക് കാണാം. കാറ്റായതുകൊണ്ട് തിര കൂടുതലാണ്. അങ്ങനെ നമ്മള് തിരിച്ച് കടൽക്കരയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ കടൽക്കര. നമ്മൾ നേരത്തെ ആ പാലത്തിലായിരുന്നു പോയത്. ഇപ്പൊ നമ്മൾ അതുവഴി കറങ്ങി ഈ വഴി കൂടെയാണ് നമ്മൾ കടൽക്കരയിലേക്ക് കയറുന്നത്. ഇത് ഇവിടുത്തെ മ്യൂറേസ് ബേ സെയിലിംഗ് ക്ലബ്ബാണ്. ഇവിടെ നമുക്ക് ഒരുപാട് സെയിൽ ചെയ്യാനുള്ള കുറേ സംഭവങ്ങൾ വെച്ചേക്കുന്നത് കാണാം. ഇവിടെ മിക്കവാറും അവധി ദിവസങ്ങളിൽ ഇവിടെ ഇതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ്. മിക്കവാറും ഇന്ന് വൈകിട്ട് ഇവിടെ വന്നാൽ ഇത് ചിലപ്പോൾ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു
ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയൊക്കെ ഇവിടെ സെയിലിംഗ് പ്രാക്ടീസ് കൊടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ബീച്ചിന്റെ സൈഡിൽ കൂടെ ഇതേപോലെ പാറ ഇങ്ങനെ കിടപ്പുണ്ട്, ഒരു വഴി പോലെ കിടപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സൈഡിലൂടെ നടക്കാൻ പറ്റും. ഇവിടെ ഇങ്ങനെ തിരയടിച്ചിട്ട് പുറത്ത് വെള്ളം കയറി കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് മീനുണ്ടോയെന്ന് അറിയത്തില്ല, പക്ഷെ ഭയങ്കര തെളിഞ്ഞ് വെള്ളം ഇങ്ങനെ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടുത്തെ കടൽ ഇത്തിരി റഫായിട്ടുണ്ട്, നല്ല കാറ്റും അടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ കൂടെ നടന്ന് അങ്ങ് ദൂരെ ചെല്ലാനായിട്ട് പറ്റും. പിന്നെ ഇവിടുത്തെ പാറയിൽ ഇങ്ങനെ വരകൾ കാണാൻ സാധിക്കും ഇങ്ങനെ. പക്ഷെ അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ഞാൻ കുറേ നാളായിട്ട് ആലോചിക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലാകുന്നില്ല അത് എന്തുകൊണ്ടാണ്. ഇനി ഒച്ച് വല്ലതും ഇഴഞ്ഞു പോകുന്നതുകൊണ്ടുണ്ടാകുന്നതാണോ, അതോ തിരയടിച്ചിട്ടുണ്ടാകുന്നതാണോ, അതോ വേറെ എന്തെങ്കിലും പ്രക്രിയകളാണോ, ഇതൊന്നും അറിയാൻ പാടില്ല. പിന്നെ ഇപ്പുറത്തായിട്ട് കുറെ പാറകൾ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും, കുറെ പാറക്കെട്ടുകൾ. അപ്പോൾ ഇത്രയാണ് മ്യൂറേസ് ബേ ബീച്ചിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലെ പുതിയ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ തൽക്കാലത്തേക്ക് ഗുഡ് ബൈ പറയുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.